ഇന്ന് നിലമ്പൂര് LDFിന്റെയും UDFിന്റെയും അതുപോലെ അൻവറിന്റെയും പ്രചാരണ പരിപാടികൾ നടക്കുക ഒരേ സമയം. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത അൻവറിന്റെ പരിപാടിയിലുള്ള ജനപങ്കാളിത്തമാണ്. സാർ അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇന്ന് യഥാർത്ഥത്തിൽ PV അൻവർ ഇത്രയും ദിവസം ഒരു സാമ്പ്രദായികമായിട്ടുള്ള പ്രചാരണ രീതികളൊന്നും പിന്തുടർന്നിരുന്നില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് 8 മണി മുതൽ എല്ലാ പഞ്ചായത്തുകളിലും ഓരോ സ്ഥലത്തുമുള്ള മറ്റേ ജീപ്പിലിരുന്ന് കൈകാണിച്ചു പോകുന്ന പരിപാടിയൊന്നും PV അൻവർ ചെയ്തിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ചെയ്യാതിരുന്നത് അദ്ദേഹം ഇപ്പം നാളെ മുതൽ അത് ചെയ്യുന്നുണ്ട്. ഷിബിലി അറിയേണ്ടത് ഓരോ പഞ്ചായത്തുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി അടുത്ത 2 ദിവസങ്ങളിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അൻവർ അതിന് പറഞ്ഞിരുന്ന ഒരു കാര്യം, എനിക്ക് അതിന്റെ ആവശ്യമേ ഉള്ളൂ, കാരണം എന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ ഇവിടുത്തെ സാധാരണ ജനങ്ങളോടൊപ്പം ഇത്രയും കാലമായി ജീവിക്കുന്ന ഒരാളാണെന്ന്. പക്ഷെ നമ്മളെ ഞെട്ടിച്ച കാര്യമുണ്ട്. അത് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇന്ന് നിലമ്പൂരും അതുപോലെ കേരളമൊക്കെ ഞെട്ടിയിട്ടുണ്ട്. ആ ഞെട്ടിയത് ഇന്ന് എല്ലാ മാധ്യമങ്ങളും തന്നെ, അതായത് സാറ്റലൈറ്റ് മാധ്യമങ്ങളും തന്നെ ലൈവ് കൊടുക്കേണ്ടി വന്നു. അത് അൻവറിന്റെയും അതുപോലെ യൂസുഫ് പത്താന്റെയും ഒക്കെ റോഡ് ഷോയാണ്. ആ റോഡ് ഷോയിൽ 100 കണക്കിന് വണ്ടികൾ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ആ വണ്ടികളിൽ പോണ യൂസഫ് പത്താനെയും അൻവറിനെയും കാണാനായിട്ട് പാതയോരങ്ങളിൽ സൈഡിൽ രണ്ടും തന്നെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിന്നിരുന്നു. നമ്മൾ കണ്ടത് മുനിസിപ്പാലിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ്. പക്ഷെ ഷിബിലി അറിയേണ്ട, അത് കഴിഞ്ഞ് വഴിക്കടവ് പഞ്ചായത്ത് അടക്കം അല്ലെങ്കിൽ എടക്കര പഞ്ചായത്ത് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിൽ ആളുകൾ വലിയ ആവേശത്തോടുകൂടി കണ്ടു നിന്നിരുന്നു. ഇതിന്റെ അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്നിവിടെ മറ്റ് 2 പരിപാടികൾ കൂടി ഉണ്ടായിരുന്നു. ഒന്ന്, ചന്തക്കുന്നിൽ വെച്ച് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്ന വലിയ പരിപാടി ഉണ്ട്. ആ വലിയ പരിപാടിയിലുള്ള ആൾക്കൂട്ടത്തെക്കാൾ ഒരു പ്രകമ്പനം കൊള്ളിക്കുന്ന പരിപാടിയായി ഇത് മാറി. കൂടാതെ നമുക്കറിയാലോ, ഇന്ന് കരുളായിലും അതുപോലെ മുത്തേടത്തും ഒക്കെ തന്നെ പിണറായി വിജയൻ പങ്കെടുക്കുന്ന, സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുന്ന പരിപാടി ഉണ്ടായി. അപ്പൊ ഈ 2 പരിപാടികളും ഉള്ള ദിവസം ഇത് വെച്ചാൽ ഒരുപക്ഷെ ആളുകൾ ഇത് മൈൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു നിരവധി പേർക്ക്, അല്ലെങ്കിൽ ഇത് അത്രമാത്രം ശ്രദ്ധിക്കപ്പെടാതെ പോകും. പക്ഷെ ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുകയും ഈ 2 പരിപാടികളെക്കാൾ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ ലൈവ് കാണിക്കേണ്ടി വരികയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് അത്രത്തിലോളം വലിയ ഒരു വ്യൂവർഷിപ്പ് ഉണ്ടായി. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു 100 മീറ്റർ ഓട്ട മത്സരത്തിൽ 80 മീറ്റർ വരെ പുറകിലായിരുന്ന ഒരാൾ മുന്നേറുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്ന ഒരു ആവേശമുണ്ടല്ലോ, ആ ആവേശമാണ് യഥാർത്ഥത്തിൽ ഇന്ന് PV അൻവറിന്റെ റോഡ് ഷോയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് യഥാർത്ഥത്തിൽ PV അൻവർ ഇപ്പോൾ നമ്മൾ തന്നെ ഇന്ന് പല ഓഫീസുകളിലും പോയി, ഞാനിപ്പോൾ ഏതൊക്കെ ഓഫീസുകളാണെന്ന് പറയുന്നില്ല, പല പാർട്ടി ഓഫീസുകളിലും അവിടെ ചെന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ ആയിട്ട് സംസാരിച്ചു. ആ സംസാരിച്ചപ്പോൾ പോലും ആളുകൾ പറയുന്നത് PV അൻവർ നല്ല രീതിയിൽ വോട്ട് പിടിക്കുമെന്നാണ്. PV അൻവറിന്റെ കൂടെയുള്ള ആളുകളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് ജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള ലെവലിലുള്ള പ്രതീക്ഷയാണ്. അപ്പൊ ഏറ്റവും അവസാന ലാപ്പിൽ എന്താണെങ്കിലും ഇപ്പൊ ഇത് വോട്ടായി മാറുമോ ഇല്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് രണ്ടാമത്തെ ഇഷ്യൂ. പക്ഷെ പ്രചരണത്തിൽ അത്തരത്തിലുള്ള ഒരു കുതിപ്പുണ്ടാക്കാനും താങ്കളിലേക്ക് തന്നെ വീണ്ടും അറ്റൻഷൻ കൊണ്ടുവരാനും PV അൻവറിന് കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു ജയമാണ് ഉണ്ടാവുന്നത്. ഒരു പ്രചരണത്തിന്റെ കാര്യത്തിൽ അതൊരു വലിയ ജയമാണ്. ഈ ഇന്നത്തെ ഒരു PV അൻവറിന്റെ പ്രകടനത്തിലൂടെ ബാക്കിയുള്ള മുന്നണികൾ ഒന്നും കൂടെ അവരുടെ പ്രവർത്തനം ശക്തമാക്കുക, അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്റ്റെപ്പ് വെക്കേണ്ട സാഹചര്യമല്ല ഉള്ളത്? അല്ല, ഇതിനും അപ്പുറത്തേക്ക് അവർക്ക് എന്താണ് ശക്തമാക്കാൻ കഴിയുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ UDF ആണെങ്കിലും LDF ആണെങ്കിലും ഇപ്പൊ VD സതീശന്റെ നേതൃത്വത്തിൽ ഓരോ പഞ്ചായത്തിന്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അൻവർ സാദത്തിന് ഒരു പഞ്ചായത്ത് കൊടുത്തിരിക്കുന്നു, അതുപോലെ തന്നെ ചാണ്ടി ഉമ്മന് ഒരു പഞ്ചായത്ത് കൊടുത്തിരിക്കുന്നു. ഈ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഇവർ നിരന്തരമായി സ്ക്വാഡ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ CPMന്റെയും ഇതുപോലെ തന്നെ മന്ത്രിമാരും MLAമാരും അടക്കമുള്ള ആളുകൾക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്കും ഒക്കെ ഇവിടെ നിരവധി ചാർജുകൾ കൊടുത്തിരിക്കുന്നു. അവരും ഇതുപോലെ തന്നെ ചെന്ന് നിരവധിയായിട്ട് വീടുകളിൽ കയറുന്നു. അപ്പൊ PV അൻവർ ഇതിന് പറയുന്ന ഒരു വാചകം എന്താ വെച്ചാൽ, ഇതിങ്ങനെ കയറുന്നത് തന്നെ ഒരു ശല്യമാണ്, കാരണം അവർക്ക് വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കണ്ടേ, ഒരു വോട്ട് വന്നു എന്നുള്ളത് കൊണ്ട് ഇത്തരം ആളുകൾ കയറുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷിബിലി തന്നെ കാണുന്നുണ്ടാവല്ലോ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം ഈ പറയുന്ന വീടുകൾ കയറുകയാണ്. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ കുടുംബയോഗങ്ങളിലാണ് VD സതീശനെ പോലെയുള്ള ആളുകളടക്കം പങ്കെടുക്കുന്നത്. ഇവിടെ തന്നെ നമുക്കറിയാം, മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ നിരവധി P രാജീവും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ കുടുംബ സദസ്സുകളിൽ പങ്കെടുക്കുന്ന ഒരു കാര്യമുണ്ട്. അതൊരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ നടക്കുന്ന ഏറ്റവും പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണമാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ആൾബലമോ കൃത്യമായിട്ടുള്ള ഒരു സംഘടനാ ബലമോ ഒന്നും PV അൻവറിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഉണ്ടാകാത്തടുത്ത് നിന്നാണ് ഇത്തരത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു റോഡ് ഷോയിലൂടെ മറ്റുള്ളവരെക്കാൾ ഓടി അദ്ദേഹം തൽക്കാലം പ്രചരണത്തിൽ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആര്യാൺ ഷൗക്കത്തിന്റെയും അതുപോലെ തന്നെ LDFന്റെയും ഒക്കെ നെഞ്ചിരിപ്പ് കൂട്ടും. കൂടുതൽ കൂട്ടാൻ പോകുന്നത് തീർച്ചയായിട്ടും ആര്യാൺ ഷൗക്കത്തിന്റെയും VD സതീശന്റെയും UDFന്റെ ഒക്കെ നെഞ്ചിരിപ്പ് കൂട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സാർ, ഇതിപ്പോ ഇങ്ങനെ ഒരു അൻവറിന്റെ ഒരു എടുത്തുചാട്ടം ശരിക്കും വോട്ടായി മാറുന്ന സാർ ശരിക്കും വിചാരിക്കുന്നുണ്ടോ?
അല്ല, ഇത് അൻവറിന്റെ കൃത്യമായിട്ടുള്ള ഒരു വലിയ പ്രചാരണമാണ്. ഈ പ്രചാരണത്തിൽ ഇപ്പൊ ഷിബിലി തന്നെ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ആ മെസ്സേജുകൾ കൂടി അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ മറ്റേ സ്ക്രീനുള്ള വലിയ വണ്ടികൾ നിരവധി അദ്ദേഹം പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് എടുക്കാൻ വോട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഏതാണ്ട് ഒരു 72 മണിക്കൂറുകൾക്ക് മുമ്പ് ആളുകളിലേക്ക് ഞാൻ എന്താണ് പറഞ്ഞിരുന്നത്, ഞാൻ എന്നും കൂടെ, അദ്ദേഹത്തിന്റെ അനൗൺസ്മെന്റും ഒക്കെ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ പുറത്തുനിന്ന് ഇപ്പോൾ വന്ന ഒരാളല്ല, നിങ്ങൾ വന്യമൃഗ ആക്രമണം ഉണ്ടായപ്പോഴും ആ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ജയിലിൽ പോയതൊക്കെ ഞാനാണ് എന്ന് പറയുന്ന കൃത്യമായിട്ട് ഈ വണ്ടികളിലൂടെ അദ്ദേഹം കൃത്യമായിട്ട് മെസ്സേജ് വന്നു. അത് യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഷിബിലി ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വീകരിച്ച ഏറ്റവും മികച്ച തന്ത്രമാണെന്നുള്ളത്. കാരണം ഇതൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ചെന്ന് പറയാൻ ഒരു ബൂത്തിലും പഞ്ചായത്തിലും ഒക്കെ ചിലപ്പോൾ ആളുകളുടെ കുറവ് ഉണ്ടായേക്കാം. കാരണം അങ്ങനെ പി വി അൻവറിനോട് താല്പര്യമുള്ള ആളുകൾ പോലും ഈ സാധാരണ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഇറങ്ങിയിട്ടില്ലാത്തൊരു ഘട്ടത്തിലാണ് അൻവർ ഇത്തരത്തിലുള്ളൊരു, അതിനെ മറികടക്കാൻ, അതിനെ ഒരു ഹർഡിലാണ്, ആ ഹർഡിലിനെ മറികടക്കാൻ ഇത്തരത്തിലുള്ളൊരു പ്രചരണ തന്ത്രവുമായിട്ട് പുറത്തേക്ക് വരുന്നത്. അത് അതിഗംഭീരമായി വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതേവരെയുള്ള നമ്മുടെ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളത് വെറുതെ പുറമെ ഇവിടെ എറണാകുളത്ത് നിന്ന് ചെയ്യുന്ന വീഡിയോ അല്ല, നമ്മൾ നിലമ്പൂരിൽ നിന്നിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിത് അനുഭവിച്ച ആളുകളാണ്. ഇന്ന് വലിയ തോതിൽ റോഡ് ബ്ലോക്ക് ഈ ഈ ഈ റാലിയുടെ ഭാഗമായി ഏതാണ്ട് 500-ഓളം വണ്ടികൾ വന്നപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ബട്ട് സ്റ്റിൽ അത് വലിയ തോതിൽ ജനങ്ങളിലും അതുപോലെ പി വി അൻവറിനെ ഇഷ്ടപ്പെടുന്നവരുടെ ഉള്ളിലൊക്കെ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. പി വി അൻവർ ജയിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതിയാണ് തെരുവോരങ്ങളിൽ നിന്ന്, ഗ്രൗണ്ട് സീറോയിൽ നിന്ന് നമുക്ക് കൃത്യമായി കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രധാന 3 മുന്നണികളോടും ഏറ്റുമുട്ടിക്കൊണ്ട് പി വി അൻവർ എന്ന ഒറ്റയാൻ ഇവിടെ വോട്ട് പിടിക്കുകയാണില്ല. അതെന്തായിരിക്കും കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ? ഷിബിലി, ആ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി. കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നാളെ പി വി അൻവർ ഒരു നല്ല വോട്ട് പിടിക്കുകയാണെങ്കിൽ പോലും, ഇപ്പൊ ജയിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ പറയുന്ന ഒരു നല്ല ശതമാനം വോട്ട് പിടിക്കുകയാണെങ്കിൽ പോലും, അത് കേരളീയ സമൂഹത്തിനും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടുത്തെ മുന്നണികൾക്കും നൽകുന്ന ഒരു വലിയ സൂചനയുണ്ട്. ആ സൂചന പലവട്ടം അവർ നൽകി കഴിഞ്ഞതാണ്. ഇപ്പൊ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിലേക്ക് വന്നപ്പോൾ അതിനെ വിശ്വസിച്ച് നിരവധി ആളുകൾ വലിയ പ്രചരണമൊന്നും കൂടാതെ തന്നെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പല സ്ഥാനാർത്ഥികൾക്കും വലിയ തോതിൽ വോട്ട് ചെയ്തിരുന്നു. ഇപ്പൊ എറണാകുളത്ത് മത്സരിച്ച അനിതാ പ്രതാപ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് യഥാർത്ഥത്തിൽ കൃത്യമായി അവർക്ക് ഫ്ലുവൻ്റായ മലയാളം പോലും പറയാൻ കഴിയില്ല. അതുപോലെ തിരുവനന്തപുരത്ത് മത്സരിച്ച സ്ഥാനാർത്ഥിക്ക്, ഇവിടെ 50,000 വോട്ട് കിട്ടി, തിരുവനന്തപുരത്ത് മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് 20,000-ഓളം വോട്ടുകൾ കിട്ടി. അപ്പൊ അത്തരത്തിൽ പിന്നെ 2020 എന്ന് പറഞ്ഞൊരു പാർട്ടി വന്നപ്പോഴും നമുക്കറിയാലോ, 8 മണ്ഡലങ്ങളിൽ മത്സരിച്ച് 14% വോട്ടിലേക്ക് അവർ എത്തിയിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം, ഇപ്പൊ V4 കൊച്ചി എന്ന് പറയുന്ന നിപുൺ ചെറിയാന്റെ ഒക്കെ ഒരു സംഘടന വന്നപ്പോൾ പോലും ആദ്യം ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി കൈയച്ച് അതിന് സംഭാവന നൽകുകയും അവർക്ക് വോട്ട് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അവർ വലിയ തോതിലുള്ള ഒരു ഫോളോവേഴ്സ് അദ്ദേഹത്തിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന മുന്നണികളിലും ഇവിടെ നിലനിൽക്കുന്ന വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളിലുമൊക്കെ മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നും, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇഫ് സംബഡി, ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഇത്തരത്തിൽ ഉയർന്നു വന്നാൽ ഞങ്ങൾ അവരെ സർവാത്മന സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചന കൂടിയാണത്. ഇപ്പൊ പി വി അൻവറിനെ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ, പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മാധ്യമങ്ങളും നമ്മുടെ സോക്കോൾഡ് ആളുകളും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമേജ് ഒരിക്കലും അദ്ദേഹത്തിന് അനുകൂലം ആയിരുന്നില്ല. കാരണം അദ്ദേഹം വലിയ സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, പല ഗവൺമെന്റിൽ നിന്ന് പല ആനുകൂല്യങ്ങളും പറ്റി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ പറയുന്ന ഒരു ഇമേജ് ആയിരുന്നു. ആ ഇമേജിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്ന് അങ്ങനെയല്ല, ഞാൻ എൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റിനെതിരെ പോരാടാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിരവധി ആളുകൾ അദ്ദേഹത്തെ കേൾക്കാൻ എത്തി. ആ കേൾക്കാൻ ഉണ്ടായത് കൊണ്ടാണല്ലോ നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളെല്ലാം തന്നെ ഇത് ലൈവായിട്ട് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനമൊക്കെ കൊടുക്കേണ്ടി വന്നത്. ഇതിന്റെ വിഷമം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പോലും അദ്ദേഹത്തിന്റെ നേരെ ചൊവ്വയിൽ പറയുന്നുണ്ട്, നിങ്ങളാണ് ഞങ്ങളുടെ ഒന്നും ലൈവ് നിങ്ങൾ കൊടുക്കുള്ള, പകരം പി വി അൻവറിന്റെ ലൈവ് കൊടുത്തിരുന്നു എന്നൊരു വാചകം പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അതിനു മുമ്പ് ലൈവ് കിട്ടിയിട്ടുള്ളത് ആകെ പിണറായി വിജയന് മാത്രമാണെന്ന് നിങ്ങൾ ഓർക്കണം, ഏത് കോവിഡിന്റെ ഒക്കെ സമയത്ത്. അപ്പൊ അത്തരത്തിലൊരു സേവിയർ, ഒരു രക്ഷകന്റെ റോളിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടാണ്. അപ്പൊ അതേപോലെ പി വി അൻവർ കണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ചെറിയ കുറവുകൾ ഉണ്ടായി ഈ കാര്യത്തിൽ. കാരണം അദ്ദേഹം UDF-ൽ ചേരാൻ പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് കുറവുണ്ടായി. പക്ഷെ അതിനുശേഷം വീണ്ടും ഇത് അദ്ദേഹം അതിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം പഴയ നിലപാടുകളിലേക്ക് തിരിച്ചെത്തുമ്പോൾ ജനങ്ങൾ വലിയ തോതിൽ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ ഷിബിലി. കാരണം ഇവിടെ മൂന്നാമതായിട്ടുള്ള ഒരു പാർട്ടിക്കും ഒരു കക്ഷിക്കും ഒക്കെ വലിയ രീതിയിൽ വളർന്നു വരാനുള്ള ഒരു സ്ഥലമുണ്ട്, ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിന് വേണ്ടിയിട്ട് ജനം ഈഗർലി വെയിറ്റിംഗ് ആണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അതാണ് പി വി അൻവർ കേരളത്തിന് കൊടുക്കുന്ന ഒരു വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. പി വി അൻവറും തൃണമൂൽ കോൺഗ്രസും അങ്ങനെ കേരളം മുഴുവൻ പടർന്ന് പന്തലിക്കുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത്തരത്തിലുള്ള സ്പേസ് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ധൈര്യസമേതം കടന്നു വന്നാൽ തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ പ്രചരണത്തിന്റെ ചൂടിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിൽ ആവേശം കൊണ്ടിട്ടുള്ളത് നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല. കാരണം നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമാണെങ്കിൽ ഇത് ലൈവായിട്ട് എന്ത് ചെയ്യില്ലല്ലോ ശിവലി, കേരളം മൊത്തം കാണിക്കില്ല. മറ്റ് പല പത്രസമ്മേളനങ്ങളും ലൈവായ ആളുകൾ കണ്ടിട്ടില്ല. അപ്പൊ റേറ്റിംഗിൽ അത്തരത്തിലുള്ള ഇത് ലൈവായ ആളുകൾ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ അത്തരത്തിൽ ഈഗർലി ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. അതാണ് യഥാർത്ഥത്തിൽ വളരെ വളരെ പോസിറ്റീവായ ഒരു സന്ദേശം ഇതിൽ നിന്ന് കിട്ടുന്നത്.